ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ താങ്കളെ വിലയിരുത്തുമ്പോൾ എൻ്റെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായ പൊളിറ്റിക്കൽ നിലപാടുകളുണ്ട്. ഒരുപക്ഷെ ലീഗിന്റെ അധ്യക്ഷ പദവിയിൽ എത്തുന്നതിന് ഏറ്റവും അധികം രാഷ്ട്രീയമായി കാഴ്ചപ്പാടുകളും നിലപാടുകളും വളരെ പ്രോഗ്രസീവായി ആ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്ന ആൾ എന്നതാണ് എനിക്ക് താങ്കളെ കുറിച്ചുള്ള അഭിപ്രായം. ഞാനത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ താങ്കളുമായി പങ്കുവെക്കുകയാണ്. പക്ഷെ എന്നിട്ടും പാണക്കാട്ട് കുടുംബത്തിൽ നിന്ന് മറ്റാർക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്രയും റെസിസ്റ്റൻസും വിമർശനവും സമസ്യക്കകത്തുനിന്ന് താങ്കൾ നേരിടുന്നുണ്ട്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കോ അതിനുശേഷം വന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കോ ഉണ്ടാകാത്ത അത്രയും വലിയ വിമർശനവും പ്രതിരോധവും താങ്കൾ നേരിടേണ്ടി വരും. എന്തുകൊണ്ട്? അത് ഓരോ കാലത്തും അതിൻ്റേതായിട്ടുള്ള ഓരോരോ പുറത്ത് ഓരോ പലരും പല ആളുകളാണ്, പല അഭിപ്രായങ്ങളാണ്. ഓരോ കാലത്തും വിവിധ അഭിപ്രായങ്ങൾ വരും. അതിലിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നിലപാടുമായി യോജിക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതവർ തുറന്ന് പറയും, യോജിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ കൂടിച്ചേരും. പിന്നെ വിമർശനങ്ങളും ഇതൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠന്മാർ ഇതൊക്കെ ഏറെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അത് ഇന്നത്തെ പോലെ ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര സജീവമല്ലാതിരുന്നത് കൊണ്ട് അതങ്ങനെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന്. പക്ഷേ എന്നാൽ ഇത്ര പരസ്യമായ വിമർശനങ്ങൾ അവർ നേരിട്ടിട്ടുണ്ടോ താങ്കൾ? അവരുടെ കാലത്തുള്ള ചില ബാബരി മസ്ജിദ് തകർന്ന വേളയിൽ ശിഹാബ് തങ്ങൾ എടുത്ത തീരുമാനത്തെ വിമർശിക്കാൻ ഒരുപാട് പേര് അന്ന് മുന്നോട്ട് വന്നിരുന്നു. അത് തീർത്തും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സാഹചര്യം ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ലീഗ് എടുത്ത നിലപാടിനെ അങ്ങേയറ്റം സ്വീകരിക്കപ്പെട്ട ഒരു നിലപാടാണ്. ഞാൻ പറഞ്ഞത് അത് തീർത്തും വ്യത്യസ്തമായ ഒരു ഘട്ടമാണ്. പക്ഷെ അതുപോലെയല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഉമർ ഫൈസി മുക്കത്തിന്റെ കാര്യമെടുക്കാം. അദ്ദേഹം പരസ്യമായി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, ഇപ്പോൾ ഖാസിയാകാനുള്ള താങ്കളുടെ യോഗ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനു മുൻപ് ആരും നേരിട്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ അവിടെ താങ്കളുടെ മതപരമായ പാണ്ഡിത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട്. വേദനിപ്പിച്ചോ താങ്കൾ അത്? ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനത് അത്ര മനസ്സിലേക്ക് കൊടുക്കാറില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഓരോരോ സമയത്ത് അവരുടെ ചില മനോനിലക്കനുസരിച്ച് പറയുന്നതാകും. അതിനൊന്നും ഞാൻ അത്ര വില കൽപ്പിക്കാറില്ല. പറയുന്നത് പറയും, പോവും, അത്രേ ഉള്ളൂ. പക്ഷെ പറഞ്ഞത് സംസ്ഥയുടെ സെക്രട്ടറിയാണ്. ആര് പറഞ്ഞാലും ആ പറയുന്നത് മനുഷ്യനാണല്ലോ. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ടതായിട്ടുള്ള പിന്നെ എന്താ മനസ്സോ ആ രീതിയിലുള്ള വീഴ്ചകളുണ്ടാവും, വൈകല്യങ്ങളുണ്ടാവും. അങ്ങനത്തെ മനസ്സായിരിക്കും ചില സമയത്ത് ഉണ്ടാവുക. ആ സമയത്ത് അവരെന്തെങ്കിലും പറയും. അതിനൊന്നും ഞാനത് വേദനയോടെ ഒന്നും കാണാറില്ല. പക്ഷെ ഞാൻ കരുതുന്നത് താങ്കൾ അത് ഒരു അതിര് കടന്ന പരാമർശമായി പോയി എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അതിനോട് യോജിക്കുമോ? അപ്പോൾ ഉദാഹരണത്തിന് ഈ കിതാബ് വായിച്ചിട്ടുള്ള ഒരാൾക്ക് പറയാവുന്ന രീതി, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായ ഒരാൾക്ക് ഖാസിയാകാൻ എങ്ങനെ കഴിയും? ഖാസിയുടെ മുന്നിലേക്ക് ഒരു പ്രശ്നമായി വരുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്താനും പറഞ്ഞു കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയണം. അതിന് വേണ്ട യോഗ്യത ഉണ്ടോ എന്ന ചോദ്യമാണ്. അത് വളരെ പ്രകോപനപരമല്ല. എന്നെ നിയോഗിച്ചിട്ടുള്ള ആളുകളാണ് അത് തീരുമാനിക്കേണ്ടത്. എൻ്റെ ജ്യേഷ്ഠന്മാർ അവർ വിട പറഞ്ഞതിന് ശേഷം അവർ കൈകാര്യം ചെയ്തിരുന്ന മേഖലകൾ, അതിൽ ഖാദി സ്ഥാനം ഉണ്ടായിരുന്നു, പാർട്ടിയുടെ സ്ഥാനം ഉണ്ടായിരുന്നു, ഒരുപാട് സ്ഥാപനങ്ങളുടെ സ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വിവരമില്ലാത്തവരല്ലല്ലോ. വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് സമുദായ നേതൃത്വം. അതിൽ മഹല്ലുകളുടെ നേതൃത്വം ഉണ്ടാവും, പള്ളിയുടെ നേതൃത്വത്തിലുള്ള ആളുകളുണ്ടാവും, മദ്രസകൾ, മറ്റ് മതസ്ഥാപനങ്ങൾ. ഇതൊക്കെ പക്വതയും പാകതയും വിവരമുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. അപ്പോൾ അവർക്ക് അറിയാലോ ആരെയാണ് ഇത് ഏൽപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു. അപ്പോൾ എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. യോഗ്യതകൾ എത്ര ആളുകളുടെയുണ്ട്, ഒരു പഞ്ഞവുമില്ലല്ലോ. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് ആരാണോ ഒരു സമൂഹം പിന്നെ ഇഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ ഒരു സമൂഹം അർഹിക്കുന്ന ഒരു നേതൃത്വമേ അവിടെ ഉണ്ടാവുള്ളൂ. അത് ഖുർആൻ തന്നെ പറയുന്നതാണ്. അതിൻ്റെ ഉള്ളർത്ഥം എന്താണ്? ഞാൻ ഖുർആൻ പറഞ്ഞ ആ വാക്യം പറഞ്ഞു, വ്യാഖ്യാനിച്ചോളൂ. ഞാനിത് മനസ്സിലാക്കുന്നത് ഉമർ ഫൈസി മുക്കത്തിലുള്ള മറുപടി ആയിട്ടാണ്. ഞാൻ ഒരാൾക്ക് മറുപടി പറയുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് പോലെ, നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞതുപോലെ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോരോ അഭിപ്രായങ്ങളുണ്ട്. ഞാൻ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ആ കേൾക്കുന്ന കാര്യം ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് പ്രതികരിക്കാത്തത്. ഞാൻ ഒരാളോട് ഇത് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പ്രതികരിച്ചത് മാത്രം. ആ പ്രതികരണം ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള എല്ലാവർക്കുള്ള മറുപടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.